കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടാകുമെന്ന ജോസ് കെ മാണിയുടെ പരാമർശത്തെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. ജോസ് കെ മാണിയുമായും റോഷി അഗസ്റ്റിനുമായും സംസാരിച്ചു. LDF വിട്ടുപോകേണ്ട ആവശ്യമില്ലെന്ന് രണ്ടുപേരും പറഞ്ഞതായും ബിനോയ് വിശ്വം പറഞ്ഞു. കേരള കോൺഗ്രസ് LDFന്റെ ഭാഗമാണെന്നും മുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും LDF കൺവീനർ TP രാമകൃഷ്ണനും പ്രതികരിച്ചു. ജോസ് കെ മാണിയാണ് ചെയർമാൻ. ജോസ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, LDFിൽ നിന്നും ജോസ് കെ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് EM മാറുന്ന പ്രശ്നമേ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. കേരള കോൺഗ്രസ് ചെയർമാൻ അങ്ങനെ പറഞ്ഞിരിക്കെ അതിനപ്പുറം പോയിട്ടുള്ള ഒരു സ്പെക്കുലേഷനെയും ഇടതുപക്ഷ ശക്തികളും LDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഗൗരവമായി കാണുന്നില്ല. കേരള കോൺഗ്രസ് EM എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടെന്നാണ്. ആ കേരള കോൺഗ്രസ് EM ഇവിടെയുണ്ട്, ഇവിടെ ഭരണമുണ്ട്. നാളെയും കേരള കോൺഗ്രസ് EM ഇവിടെ ഉണ്ടാകും, ഇവിടെ ഭരണമുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ വ്യാഖ്യാനമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള കേരള കോൺഗ്രസിൻ്റെ ബന്ധം കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി വ്യക്തത വരുത്തി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പാർട്ടി കാര്യങ്ങൾ വേറെ ആരെങ്കിലും അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നൊക്കെ പറയുന്ന അവരുടെ പാർട്ടി സംഘടനമാരും ഇവിടെ CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നില്ലേ? അതുപോലെ അവരുടെ പാർട്ടിയുടെ ഒരു ആഭ്യന്തരമായ ഒരു യോഗമാണത്. വിസ്മയം അവരുടെ കാര്യമാണ്. വിസ്മയം അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിസ്മയമൊന്നുമില്ല. ഞങ്ങൾ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ ഞങ്ങളത് തിരുത്തി മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത്. തനേഷ് തമ്പി കൂടി ചേരുന്നു ന്യൂസ് ഡെസ്കിലും. തനേഷ്, ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഈ പറയുന്ന എടുത്തു പറയത്തക്ക ഒരു കാരണമില്ലാതെ മുന്നണി മാറിയ ചരിത്രമൊക്കെ കേരള കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് ബിനോയ് വിശ്വം അടക്കം TP രാമകൃഷ്ണൻ അടക്കം ഇങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ 100% ജോസ് കെ മാണിയുടെ വാക്കുകളെ പൂർണ്ണാർത്ഥത്തിൽ അങ്ങ് മുഖവിലക്കെടുക്കാൻ യഥാർത്ഥത്തിൽ LDF തയ്യാറാവുന്നില്ല. അതേസമയം ഇന്നലെ സണ്ണി ജോസഫ് നമ്മളോട് സംസാരിക്കുമ്പോഴും ഇവിടെ നമ്മുടെ KR ഗോപീഷോട് സംസാരിക്കുമ്പോൾ സണ്ണി ജോസഫ് പറയുന്നത് സ്റ്റിയറിംഗ് കമ്മിറ്റി നിർണായകമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ രണ്ട് പക്ഷത്തിനും ആകാംക്ഷയും ആശങ്കയും ഒക്കെ ഉണ്ട്. തനേഷ്, കാശ്മീർ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിളർപ്പ് ഒരു പുത്തിരിയല്ല. പിളരുന്തോറും പിളരുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്ന് സ്വയം വിശേഷിപ്പിച്ചിട്ടുള്ളത് KM മാണി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പലതരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം വേണം എന്നുള്ള ഒരു നിർബന്ധമൊന്നും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. എന്തായാലും LDFിനെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങൾ അവസാനിക്കുന്നില്ല, UDFിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ അവസാനിക്കുന്നില്ല. അങ്ങനെ രണ്ടു കൂട്ടരെയും ഒരേ തരത്തിൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി അവസാനം പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDFിൻ്റെ സംശയങ്ങൾ, പ്രത്യേകിച്ചും എവിടെയാണോ കേരള കോൺഗ്രസ് എം ഉള്ളത് അവിടെയായിരിക്കും ഭരണം ഉണ്ടാവുക എന്ന വാക്കാണ് പറഞ്ഞത്. അത് എന്ത് ഉദ്ദേശത്തിലാണ് പറഞ്ഞത് എന്നുള്ള സംശയം CPIനെ സംബന്ധിച്ചിടത്തോളം LDFിനെ സംബന്ധിച്ചിടത്തോളം തീരുന്നില്ല. ഒപ്പം തന്നെ ഇടതുമുന്നണിയിൽ തുടരും എന്ന് പറയുമ്പോൾ തന്നെ അത് തുടരുമെന്ന് കൃത്യമായി പറയാതെ ഇടതുമുന്നണിയിൽ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാതെയാണ് ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതൊക്കെ സംശയങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. UDFിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് മുതിർന്ന നേതാക്കൾ, സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നതിൽ നിന്ന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദം കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് സഭയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, പ്രാദേശിക നേതൃതലങ്ങളിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള സമ്മർദ്ദം ഉയരുന്നുണ്ട്. അത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുമുള്ളതാണ്. എന്തായാലും പ്രബോധ് നാരായണനും റോഷി അഗസ്റ്റിനും അത് തടഞ്ഞു നിർത്തുന്നു. ഒപ്പം തന്നെ VN വാസവനെ പോലുള്ള CPI നേതാക്കൾ ജോസ് കെ മാണിയുമായി നേരിട്ട് സംസാരിച്ച് അതിനൊരു പ്രതിരോധം തീർക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണെങ്കിൽ പോലും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമാവുക. അവിടെ വലിയ സമ്മർദ്ദം മുന്നണി വിടണം എന്നത് സംബന്ധിച്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് മറികടക്കാൻ ജോസ് കെ മാണിക്ക് കഴിയുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു അനിശ്ചിതത്വം ഇന്നത്തെ യോഗത്തിൻ്റെ തീരുമാനം എന്താകുമെന്നത് സംബന്ധിച്ചുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അല്ലാതെ ഒരു ക്ലീൻ ചിറ്റ്, അതായത് LDFിൽ തന്നെ തുടരും എന്നുള്ളത് 100% ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം LDFിനും ഇല്ല. ഒപ്പം തന്നെ വരില്ല എന്ന് പറയാനുള്ള, അല്ലെങ്കിൽ അവർ വരേണ്ടതില്ല എന്ന് പറയാനുള്ള ഒരു സാഹചര്യം UDFിനും ഇല്ല. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ സർവ്വം ശക്തിയും സമാഹരിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ പോലെയുള്ള ഒരു പാർട്ടി, മധ്യ തിരുവിതാംകൂറിൽ ഇത്ര ഏറെ വേരോട്ടമുള്ള ഒരു പാർട്ടി തങ്ങളുടെ പക്ഷത്തേക്ക് തിരികെ വരികയാണെങ്കിൽ അത് UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാകുമെന്ന വിലയിരുത്തൽ അവർക്കുണ്ട്. LDFിനെ സംബന്ധിച്ചിടത്തോളം അവർ പോവുകയാണെങ്കിൽ അത് വലിയ നഷ്ടമുണ്ടാക്കുമെന്നുള്ള ബോധ്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവരെ സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ വഴികളും രണ്ട് മുന്നണികളും സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. LDFിൽ തന്നെ ഉറച്ചു നിർത്താൻ CPIഎമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിൽ നേരത്തെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അല്പം മുൻപാണ് നമ്മൾ ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം കണ്ടത്. LDFിൻ്റെ ഭാഗം തന്നെയാണ് കേരള കോൺഗ്രസ് എം എന്ന് ബിനോയ് വിശ്വം പറയുന്നു. മുൻപ് കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകളൊക്കെ CPIക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുപോലും മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു
LDF കേരള കോൺഗ്രസ് എമ്മിനെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള നിലപാടിലേക്ക് തന്നെ LDF-ന്റെ നേതൃത്വം കൂട്ടായി എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം കോൺഗ്രസും UDF-ഉം ഒക്കെ ഈ കേരള കോൺഗ്രസ് എമ്മിനെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ നമുക്കറിയാം. മുസ്ലിം ലീഗ് നേതൃത്വം ഒക്കെ നിരന്തരം അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ ശ്രമങ്ങൾ ഇനിയും തുടരും, അത് അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം എന്താകും എന്നതിൽ ഒരു ചെറിയ ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.